സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൺമണി അലികയെ ചതിച്ചെന്ന് വിചാരിച്ച് കൺമണിയോടുള്ള ആ ദേഷ്യം പറഞ്ഞു തീർക്കുകയാണ് സാഗർ കൃഷ്ണനോട്. അലികയുടെ രക്ഷകയാണെന്ന് നമ്മൾ കരുതിയ കൺമണി അലികയെ തകർക്കാൻ വന്ന ഏജന്റ് ആയിരുന്നടാ. അവള് ബിആറില് ബലരാമന്റെ ഏജന്റ് ആയിരുന്നടാ മോനെ. നമ്മുടെ അലികയെ തകർക്കാൻ അവള് കമ്പനിയിൽ ബുദ്ധിപരമായിട്ട് നുഴഞ്ഞു കയറിയതാ. ഡൽഹി പ്രോജക്ട് ബലരാമനാണല്ലോ ആദ്യം കിട്ടിയത്. ആ ഡിസൈൻ വരച്ചതും ഈ കൺമണിയാ. അതിന് 10 ലക്ഷം രൂപ അവൾക്ക് കൈക്കൂലിയും കിട്ടി. അവളുടെ ചേട്ടൻ ബിആറിലെ ഉദ്യോഗസ്ഥനാ മനോജ്. അങ്ങനെ ബലരാമനും മനോജും കൺമണിയും ചേർന്ന് അലികയുടെ അസ്ഥിവാരം തോണ്ടുകയായിരുന്നു. നമ്മൾ കൺമണിയെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയായിരുന്നില്ലേടാ. അവള് വന്ന് ജോലി ആവശ്യപ്പെട്ടപ്പോ തന്നെ ഞാൻ അലികയിൽ ജോലി കൊടുത്തില്ലേ. അവളുടെ മുഖത്തെ നിഷ്കളങ്കതയാടാ അവളുടെ ഏറ്റവും വലിയ വിജയം. ആത്മാർത്ഥതയുടെ അവസാന വാക്കായിട്ടാ ആ തട്ടിപ്പുകാരിയെക്കുറിച്ച് നമ്മൾ കരുതിയിരുന്നത്. അവളും ബലരാമനും ആഗ്രഹിച്ചതും അതുതന്നെയാ. കൃപയുടെ രക്ഷകയായിട്ട് അവള് വന്നതും നിന്നെ രക്ഷിച്ചതും ഒക്കെ അവളും അവനും കൂടി ഉണ്ടാക്കിയ നാടകമായിരുന്നു. അവളുടെ കണ്ണീരും ചിരിയൊക്കെ അവളുടെ പ്രധാന ആയുധങ്ങളായിരുന്നു. അതിലൊക്കെ നമ്മളങ്ങ് വീണുപോയി. വീട് ജപ്തി ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു തരുന്നില്ല. ഉടനെ തന്നെ നമ്മൾ എന്ത് സഹായത്തിനും തയ്യാറായി. സാഗർ ഇങ്ങനെയെല്ലാം ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പറയുന്നത് കേട്ട് കൃഷിന് യാതൊരു ഞെട്ടലുമില്ല. കാരണം കൃഷി ഓൾറെഡി തന്നെ ഇതെല്ലാം അറിഞ്ഞതാണല്ലോ ധനലക്ഷ്മിയിൽ നിന്ന്. തുടർന്ന് സാഗർ സങ്കടത്തോടെ പറയാണ്, നിന്റെ അമ്മ അവളെ മോളെ പോലെയല്ലേ കരുതിയിരുന്നത്. ഇപ്പൊ തകർന്നു നിൽക്കുന്ന കണ്ടില്ലേ. എനിക്ക് എന്നോട് തന്നെ ഇപ്പൊ ദേഷ്യം തോന്നുക. ഞാനും കൂടെ ചേർന്നിട്ടാണല്ലോ അവൾക്ക് ഓരോരോ സ്ഥാനങ്ങൾ നൽകിയത്. മോനെ, നീ പറഞ്ഞത് ബോധ്യം അവൻ വൈകിപ്പോയി. ബലരാമൻ ദുഷ്ടനാണ് എന്ന് നീ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ നിന്റെ വാക്കുകൾക്ക് ഞങ്ങൾ വില കൊടുത്തില്ല. അതിന്റെ ഫലം കൂടിയാ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെയുള്ള ഈ നിൽപ്പ്. കൃഷാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ടും. അപ്പോ സാഗർ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ കൺമണിയെ കുറിച്ച് പറഞ്ഞത് വിശ്വാസമായില്ലേ? വിദ്യ ഇപ്പൊ പോയതേ ഉള്ളൂ, നീ വിളിച്ച് ചോദിക്കാം അവളോട്. കൃഷ അപ്പൊ പറയുന്നുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല. കേട്ടതെല്ലാം സത്യം തന്നെയാ. ഈ സത്യങ്ങള് ഞാനും ഇപ്പൊ കേട്ടതേ ഉള്ളൂ. അച്ഛനോട് അത് വിദ്യ പറഞ്ഞതാണെങ്കിൽ എന്നോട് കൺമണിയുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെയാ പറഞ്ഞത്. കൺമണിയുടെ ഏട്ടത്തി ആ ധനലക്ഷ്മി ബലരാമന് വേണ്ടി വരച്ച ആ ഡിസൈന് പ്രതിഫലമായിട്ട് ബലരാമന്റെ അമ്മ 10 ലക്ഷം രൂപ കൺമണിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചുവെന്നും പറഞ്ഞു. വിദ്യ അച്ഛനോട് പറഞ്ഞതൊക്കെ ധനലക്ഷ്മി എന്നോടും പറഞ്ഞു. പക്ഷെ എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിനിടയിൽ കയറി ആന്റിയമ്മ പറയുന്നുണ്ട്, ഓ നീ വിശ്വസിക്കണ്ട, നീ ഇതുപോലുള്ള കള്ളികളെ അങ്ങ് വിശ്വസിച്ചോടാ. മാനസ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിനക്ക് പിടിക്കത്തില്ല. ബലരാമന്റെ ആളായിട്ട് കമ്പനിയിൽ കയറിയവള് എത്ര ബുദ്ധിപരമായിട്ടാ നിന്നെയും അവളെയും വശത്താക്കിയത്. നിന്നെ കാപ്പിയിടാൻ പഠിപ്പിക്കുന്നു, ചായ ഇടാൻ പഠിപ്പിക്കുന്നു, വീട്ടിൽ വന്ന് പായസം ഉണ്ടാക്കി തരുന്നു, കൃപയ്ക്ക് ചന്ദനം തൊട്ടുകൊടുക്കുന്നു, കൃപയ്ക്ക് വേണ്ടി പൂജ ചെയ്യുന്നു. ചുരുക്കത്തിൽ അവളില്ലെങ്കിൽ നമ്മളില്ല എന്നുള്ള കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. എന്നാലോ നമ്മുടെ മാനസമോള് നമുക്ക് അപ്പോഴും മുന്നറിയിപ്പ് തന്നു, നമ്മൾ ഒരാളെ വിശ്വസിച്ചാൽ അവരുടെ കുറ്റം ആര് പറഞ്ഞാലും നമ്മളുടെ തലയിൽ കയറില്ലല്ലോ. അതായിരുന്നു സംഭവിച്ചത്. ഇതിപ്പോ അറിഞ്ഞത് തന്നെ മഹാഭാഗ്യം. അതുകൊണ്ട് സാഗറെ, നീ ഇപ്പൊ തന്നെ അവളെ പറഞ്ഞുവിട്. ടെർമിനേഷൻ ലെറ്റർ ഇപ്പൊ തന്നെ കയ്യിൽ കൊടുക്കുക. ഇതെല്ലാം കേൾക്കുന്ന സാഗറും കൃഷ്ണനോട് പറയുന്നുണ്ട്, കൃഷ്, ഇനി കൂടുതലായിട്ടൊന്നും ചിന്തിക്കാനില്ല. നമ്മുടെ വിശ്വാസത്തെയും തുറന്ന മനസ്സിനെയുമാണ് അവള് ചോദ്യം ചെയ്തിരിക്കുന്നത്. തോളിലിരുന്ന് അവള് കഴുത്തറക്കുകയായിരുന്നല്ലോ. ഒന്നിനും മാപ്പർഹിക്കാത്ത കുറ്റമാണ് അവള് ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ ടെർമിനേഷൻ ലെറ്റർ കൊടുക്കണം. എന്താ നിന്റെ അഭിപ്രായം എന്ന് കൃഷ്ണനോട് ചോദിക്കുമ്പോ, അച്ഛനിലെ ചെയർമാന് ഇതിനൊരു തീരുമാനം എടുക്കാം. അങ്ങനെ പറയാണ് കേട്ടോ കൃഷ്ണൻ. സുജുവിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോ, നമ്മൾ അത്രയധികം സ്നേഹിച്ച കൺമണി നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുക തന്നെ വേണം സാഗർ. അങ്ങനെ കൃഷ്ണന്റെയും സുജാതയുടെയും അഭിപ്രായവും അത് തന്നെയാണെന്ന് മനസ്സിലാക്കുമ്പോ ഇനി വൈകിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ ടെർമിനേഷൻ ലെറ്റർ കയ്യിൽ കൊടുത്ത് അവളെ പറഞ്ഞു വിടാമെന്ന് തന്നെ സാഗർ തീരുമാനമെടുക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ശ്രീനിവാസൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ധനലക്ഷ്മി അവിടെ വന്ന് നിൽക്കുകയാണ്. നീ എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ധനലക്ഷ്മിയോട് ശ്രീനിവാസൻ ചോദിക്കുമ്പോ, അല്ല, ഈ അവസാനത്തെ അത്താഴം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞാൻ നോക്കി നിന്നതാ. ഇനി ഇതുപോലൊരു കാഴ്ച കാണാൻ പറ്റിയെന്ന് വരില്ലല്ലോ. പല കാര്യങ്ങൾക്കും ഇന്ന് കർട്ടൻ വീഴും. ശ്രീനിവാസൻ ഇതൊന്നും കേട്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഇന്ന് നല്ല സന്തോഷത്തിലാ. കൺമണി ഇന്ന് ലോൺ അടച്ചു തീർക്കും. അവള് വന്നാലേ ജപ്തി നോട്ടീസ് വലിച്ചു കയറുന്ന കാര്യം പറഞ്ഞിട്ട് സന്തോഷിച്ചിട്ടാ പോയത്. നമ്മുടെ വിഷമങ്ങളെല്ലാം ഇതോടെ തീരും ലക്ഷ്മി. എന്നാൽ ധനലക്ഷ്മി തിരിച്ചു പറയുന്നുണ്ട്, മനപ്പായസം കണ്ടുകൊണ്ട് അങ്ങ് ഇരുന്നോ. കൺമണി വരും, ജപ്തി നോട്ടീസ് കീറും. അത് കഴിഞ്ഞ് നിർത്തിയതെന്താ? 500 രൂപ കൊടുത്തേയും ഒരു വിഷു ബമ്പർ എടുക്കണം. കോടിക്കണക്കിന് രൂപയും കിട്ടും. അത് വെച്ചൊരു ബംഗ്ലാവ് പണിയണം. പിന്നെ ജപ്തി നോട്ടീസ് വലിച്ചു കീറാൻ പോകുന്നു. അവളെയാണ് ഇന്ന് എല്ലാവരും കൂടെ വലിച്ചു കീറാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന ശ്രീനിവാസൻ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോ,
അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറയാറില്ലേ, കുറച്ചു ദിവസമായിട്ട് അതാണ് ഇവിടെ നടക്കുന്നത്. ചീഫ് ഡിസൈനർ ആയെന്ന് പറഞ്ഞ് എന്തൊക്കെയാ അവള് കാണിച്ചു കൂട്ടിയത്. അവളുടെ MD-യുടെ മുമ്പിൽ വെച്ച് അവളെന്റെ കൈ തടയുമല്ലേ, എന്നെ വെല്ലുവിളിക്കുമല്ലേ. ആജീവനാന്തം അലിഗയിൽ തന്നെ ജോലി ചെയ്യുന്നു അവൾ എന്നോട് വിളംബരം ചെയ്തുവല്ലോ വലിയ ഗമയില്. എന്നാലേ അവിടുത്തെ MD തന്നെ ഇന്ന് അവളെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കും. ആജീവനാന്തം പോയിട്ട് 5 മിനിറ്റ് പോലും ഇനി അവൾക്ക് അലിഗയിൽ നിൽക്കാൻ പറ്റില്ല. അവൾ ആരാണ് അവളുടെ വിചാരം? ചെളിയിൽ വളരേണ്ട ഒരു പുഴു ഇടയ്ക്കൊരു പ്രഭയിൽ ചെന്ന് പെട്ടു. വിചാരിച്ചു ഐരാവതമാണെന്ന്. വീണ്ടും ആ ചെളിക്കുട്ടിലേക്ക് തന്നെ വീണിരിക്കുന്നു. ധനലക്ഷ്മിയുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ശ്രീനിവാസൻ പറയുന്നുണ്ട്, ലക്ഷ്മി, നിനക്ക് അവളോട് ദേഷ്യമുണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനൊന്നും പറയല്ലേ. അവൾ ഒരു പാവമാ. അവളുടെ കൈ മുറിഞ്ഞത് കണ്ടപ്പോ തന്നെ എനിക്ക് വിഷമമായി. അതിന്റെ കൂടെ നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ആദ്യ കൂട്ടല്ലേ. കൈ മുറിഞ്ഞതേ ഒരു സൂചനയായിട്ട് കരുതിയാൽ മതി. വരാൻ പോകുന്ന ഒരു കൂട്ടക്കുഴപ്പങ്ങളുടെ സൂചന. നോവിച്ചുവിട്ട പാമ്പെന്ന് പറയില്ലേ, നോവിച്ചുവിട്ട പാമ്പാണ് ഞാൻ. അവളുടെ പുറകെ ചെന്ന് ഞാൻ കൊത്തും. എന്തായാലും നിങ്ങൾ ആ കൺമണിയൊന്ന് വിളിച്ചു നോക്ക്. അച്ഛനെ സന്തോഷിക്കാനുള്ള എല്ലാ വാർത്തയും അവൾ ഇന്ന് തന്നെ പറഞ്ഞു തരും. കേട്ട് പുളകിതനായിട്ടിരിക്കെ. ഇതും പറഞ്ഞ് ധനലക്ഷ്മി അങ്ങ് പോകുന്നുണ്ട്. ശ്രീനിവാസനാണെങ്കിൽ വല്ലാത്ത ടെൻഷനാവുന്നു. വേഗം തന്നെ കൺമണിയെ വിളിക്കുന്നു. പക്ഷേ വിളിച്ചിട്ട് കോള് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. അതിനുശേഷം അലിഗയിലെ ഒരു സ്റ്റാഫ് മറ്റുള്ള സ്റ്റാഫ്സിനോട് ആ വിവരം അറിയിക്കുകയാണ് കേട്ടോ. കൺമണിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ള കാര്യം. ഇത് കേട്ട് മറ്റ് സ്റ്റാഫ്സിനൊന്നും വിശ്വസിക്കാനാവുന്നില്ല. നീ വെറുതെ കള്ളം പറയല്ലേ, കൺമണിയെ പിരിച്ചുവിട്ടെന്നോ? സത്യമായിട്ടും അതെ, ഓർഡർ ഇപ്പൊ കൊടുത്തേ ഉള്ളൂ. ഹരിസാറാണ് എന്നോട് പറഞ്ഞത്. എന്തിനാ പിരിച്ചുവിട്ടതെന്ന് അവര് ചോദിക്കുമ്പോ സാറിന് വ്യക്തമായിട്ടൊന്നും അറിയില്ല, കൺമണി പോലും അറിഞ്ഞിട്ടില്ലെന്നാണ് സാറ് പറഞ്ഞത്. അതേസമയം കൃഷി അങ്ങോട്ട് വരികയാണ്. അവരോടായിട്ട് ചോദിക്കുന്നുണ്ട്, കൺമണി ഇന്ന് എത്തിയില്ലേന്ന്. ഇല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ അവര്. ഇന്ന് വരില്ലാന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ചോദിക്കുമ്പോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും അവരറിയിക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ കൃഷി ആണെങ്കിലും കൺമണിയെ ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. കൃഷിനെ എന്തൊക്കെയോ ചില പന്തികേടുകൾ മണക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിദ്യ മാനസയെ വിളിക്കുകയാണ്. വിദ്യ പുതിയൊരു നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനസയ്ക്ക് ആരാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വിദ്യയാണെന്ന് പരിചയപ്പെടുത്തുമ്പോഴാണ് വിദ്യയുടെ നമ്പർ മാറിയോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ വിദ്യ പറയും, സസ്പെൻഷൻ ആയതിനു ശേഷം കമ്പനി ഫോണും സിമ്മും ഞാൻ തിരിച്ചു കൊടുത്തു. മാത്രമല്ല പഴയ നമ്പർ കണ്ടാൽ ആരും എടുക്കണമെന്നില്ല. പുറത്തായവരെ പിന്നെ ആർക്ക് വേണം? അല്ല അതുപോട്ടെ മാഡം ആ സന്തോഷ വാർത്ത അറിഞ്ഞു കാണുമല്ലോ അല്ലേ? മാനസ ചോദിക്കുന്നുണ്ട്, സന്തോഷ വാർത്തയോ? എന്ത് സന്തോഷ വാർത്ത? അപ്പൊ വിദ്യ അറിയിക്കുകയാണ്, മാഡം കൺമണി ഉണ്ടല്ലോ, കൺമണി അലിഗയിൽ നിന്ന് പുറത്തായി. മാനസയ്ക്ക് ആ വാർത്ത ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എന്ത് കൺമണി പുറത്തായെന്നോ എന്ന് വീണ്ടും ചോദിക്കുമ്പോ, അതെ മാഡം, കൺമണിയെ പുറത്താക്കി. നമ്മുടെ പൊതുശത്രു പുറത്തായി. സന്തോഷാവാണ് കേട്ടോ മാനസയ്ക്ക് അത് കേട്ടിട്ട്. നീ പറ്റിക്കാൻ പറഞ്ഞൊന്നും അല്ലല്ലോ, പറ്റിച്ചത് ഞാനല്ല, അവളാണ് മാഡം. അതിനുള്ള കൂലിയാണ് അവൾക്ക് ഇപ്പൊ കിട്ടിയത്. എനിക്ക് അവൾക്ക് സസ്പെൻഷൻ കൊടുക്കണമെന്നായിരുന്നു, പക്ഷെ ഞാൻ അവൾക്ക് ഡിസ്മിസൽ തന്നെ കൊടുത്തു. അവളേക്കാൾ മുകളിൽ തന്നെയാണ് ഞാനെന്ന് മാഡത്തിന് മനസ്സിലായില്ലേ? മാനസ അപ്പോഴും പറയുന്നുണ്ട്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിദ്യ. അവളെ പുറത്താക്കാൻ കാരണം എന്താ? വിദ്യ പറയുന്നുണ്ട്, കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങള് GM അറിയാത്തത് കഷ്ടമാണ് മാഡം. ആ കൺമണി അലിഗയെ വഞ്ചിച്ചു. അലിഗയിലിരുന്ന് BR ഡിസൈൻസിന് വേണ്ടി ഡിസൈൻ ചെയ്തു. അവളാണ് BR ഡിസൈൻസിന് ആ ഡൽഹി പ്രൊജക്ട് നേടിക്കൊടുത്തത്. ഇതൊക്കെ കേട്ട് മാനസ ആകെ അന്തിച്ചു പോകുന്നുണ്ട്. തുടർന്ന് വിദ്യ പറയും, എന്തായാലും അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ സാഗർ സാറിനോട് പറഞ്ഞു കൊടുത്തു. കയ്യോടെ തന്നെ ടെർമിനേഷനും കൊടുത്തു. എന്താ മാഡം ഹാപ്പി ആയില്ലേ എന്ന് ചോദിക്കുമ്പോ മാനസയ്ക്ക് ഇതിൽ പരം വേറൊരു സന്തോഷം കിട്ടാനില്ല. വിദ്യ വീണ്ടും വീണ്ടും കൺമണിയെ പറ്റിയുള്ള ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് മാനസയ്ക്ക് കൺമണിയോടുള്ള പക കൂട്ടുകയാണ്. മാഡം കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കറക്കിയെടുത്തവളാണ് കൺമണി. എന്നിട്ടോ അവൾ ഒറ്റയ്ക്ക് MD-യുടെ വീട്ടിൽ പോയി താമസിക്കുന്നു. കാറിൽ കറക്കം, ആശുപത്രിയിൽ കാവലിരിക്കുന്നു, ഓഫീസിൽ ഒരുമിച്ച് കാപ്പി കുടിക്കല്, അങ്ങനെ എല്ലാം ഇപ്പൊ അവസാനിച്ചില്ലേ മാഡം? ഒറ്റയടിക്ക് ഈ വിദ്യ മാഡത്തിന്റെ ഒരു തലവേദന മാറ്റി തന്നില്ലേ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ മാനസയും. തുടർന്ന് വിദ്യ ചോദിക്കുകയാണ്, മാഡം ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മാഡത്തിന് മുമ്പ് അലിഗയുടെ അംഗീകാരം കിട്ടിയ ആ ഡിസൈൻ ഇല്ലേ, ആ 10 ലക്ഷം രൂപ സമ്മാനം കിട്ടിയത് മാഡമാണോ കൺമണിയാണോ വരച്ചതെന്ന് തർക്കമുണ്ടായ ഒരു കാര്യം, അത് സത്യത്തില് കൺമണി തന്നെയല്ലേ മാഡം വരച്ചത്? ആ ചോദ്യം കേട്ട് മാനസ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് വെപ്രാളത്തോടെ എന്താ എന്ന് വീണ്ടും ചോദിക്കുമ്പോ, മാഡം ഞെട്ടണ്ട, കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുക വേണ്ട, ഒക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ പേടിക്കണ്ട കേട്ടോ, ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാൻ പോകുന്നില്ല. മാനസ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, വിദ്യ അത് പിന്നെ ഞാൻ നേരിൽ കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. വിദ്യയുമായിട്ടുള്ള സംസാരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ തിടുക്കം കൂട്ടുന്ന മാനസയോട് വിദ്യ പറയുന്നുണ്ട്,
മാഡം എന്നെ കാണാനായിട്ട് ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരണ്ട. മാഡത്തിന്റെ ജോലിയിൽ ശ്രദ്ധിക്ക്, ടെൻഷൻ ആവണ്ട. എന്നാൽ എനിക്കെന്ത് ടെൻഷൻ എന്ന് ചോദിക്കുന്നുണ്ട് മാനസയും. അതെ, വിദ്യ കൂടെ ഉള്ളപ്പോ മാഡത്തിന് ഒരു ടെൻഷന്റെ ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടെ, മാഡത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാവും. ഞാൻ കൂടെ ഉണ്ടാവണമെങ്കിൽ ഞാൻ മാഡത്തിന്റെ അടുത്തുണ്ടാവണം. ഞാൻ അടുത്ത് വേണമെങ്കിൽ ഞാൻ അലിഗയിൽ വേണം. മാഡം GM അല്ലേ? എന്റെ സസ്പെൻഷൻ റദ്ദാക്കി എന്നെ തിരിച്ചെടുക്കണം. ആ പറഞ്ഞത് കേട്ട് മാനസയാകെ ധർമ്മസങ്കടത്തിലാവുകയാണ്. അത് മനസ്സിലാക്കുന്ന വിദ്യ വീണ്ടും പറയുന്നുണ്ട്, മാഡത്തിനെ കൊണ്ട് അത് പറ്റും. MDയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൂടിയല്ലേ മാഡം, ഭാവി MD. മാഡത്തിന് ക്രിഷ് സാറിൽ എന്തുമാത്രം സ്വാധീനം ഉണ്ടെന്ന് നമുക്ക് നോക്കാലോ. അതുകൊണ്ടേ എന്റെ സസ്പെൻഷൻ മാഡം പിൻവലിക്കണം. മാഡം അത് ചെയ്തേ പറ്റൂ എന്നിങ്ങനെ ഭീഷണി സ്വരം കൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് വിദ്യ കോള് കട്ട് ചെയ്യുന്നു. മാനസയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. കാരണം താൻ കാണിച്ചു കൂട്ടിയ കള്ളങ്ങളെല്ലാം വിദ്യയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. വിദ്യയെ വീണ്ടും അലിഗയിൽ ജോലിക്ക് എടുത്തില്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം അവള് തുറന്നു പറയും, എല്ലാവരോടായിട്ട് തുറന്നു പറയും എന്നുള്ളൊരു പേടിയിലാണ് മാനസ് നിൽക്കുന്നത്. ഇവിടെ ആന്റിയമ്മയാണെങ്കിൽ സാഗറിനെ കുറ്റപ്പെടുത്തുകയാണ്. ആളുകളെ കണ്ടാ തിരിച്ചറിയാൻ കഴിയാത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാല് ആളുകൾ നിന്നെ കൂവി കളിയാക്കുമെന്നൊക്കെ ആന്റിയമ്മ പറയുമ്പോ ഇതെല്ലാം വിഷമത്തോടെ കേട്ടു നിൽക്കാനേ സാഗറിനും സാധിക്കുന്നുള്ളൂ. അന്ന് എന്തൊക്കെയായിരുന്നു ബലരാമൻ മോനാണെങ്കില് കൺമണി മോള്. ഞാനന്ന് പറഞ്ഞയച്ചപ്പോ എന്തായിരുന്നു രണ്ടിന്റെയും ദുഃഖം. ഞങ്ങളെ അങ്ങ് പറ്റിച്ചിട്ട് പോണേ എന്ന് പറഞ്ഞ് രണ്ടുപേരും റെഡിയായി നിൽക്കുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ബലരാമനായിരിക്കും ആ കൺമണിയെ അലിഗയിലേക്ക് കയറ്റിവിട്ടത്. രണ്ടുപേരും കൂടിയുള്ള ഒത്തുകളി, ഓഫീസിന്റെ കാര്യവും കുടുംബത്തിന്റെ കാര്യവും സകല രഹസ്യങ്ങളും അവരുടെ കയ്യിലുണ്ടാവും. അനിയൻകുട്ട, നീ എത്രയും പെട്ടെന്ന് കേസ് കൊടുക്കണം. വഞ്ചനാ കുറ്റത്തിനും ചാരപ്രവൃത്തിക്കും ഗൂഢാലോചനയ്ക്കും എല്ലാത്തിനും നീ കേസ് കൊടുക്കണം. അന്നാ ബലരാമനെ കൃപയുടെ മുറിയിലേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു. നീയും കൂടെ കയറാമെന്ന് പറഞ്ഞിട്ടും അവൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് കയറി. നേഴ്സിനെയും പറഞ്ഞു പുറത്താക്കി. ഇതിനൊക്കെ നീ സമ്മതിച്ചു കൊടുത്തല്ലോ. എടാ, ഇവിടെ എന്തൊക്കെയാടാ നടക്കുന്നേ? കൃഷ് അവനെ ശരിക്കും മനസ്സിലാക്കിയതാ. കൃഷ് അന്ന് വഴക്കുണ്ടാക്കിയപ്പോ നിങ്ങൾ കൃഷിനെ ഇവിടെ നാട്ടി ഇറക്കിയതുപോലെയല്ലേ പറഞ്ഞയച്ചത്. അതുകൊണ്ട് വാ, നമുക്കിറങ്ങാം, അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവന്റെ കരണത്ത് തന്നെ ഒന്ന് പൊട്ടിക്കണം. അന്ന് നീ എന്താടി പറഞ്ഞത് സുജാതെ? അവൻ അമ്മയെന്ന് വിളിക്കുമ്പോ എനിക്ക് യഥാർത്ഥ അമ്മയായിട്ട് അങ്ങ് തോന്നുവെന്ന്. എന്തായാലും ആന്റിയമ്മ ഇങ്ങനെ കിട്ടിയ അവസരം മുതലാക്കി കൺമണിയെയും ബലരാമനെയും ഒക്കെ കുറിച്ച് കണക്കിനെ കുറ്റപ്പെടുത്തുമ്പോ ബലരാമൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ, അമ്മയെന്ന് വിളിച്ചുകൊണ്ട്. അത് കണ്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് സാഗറിനും ആന്റിയമ്മയ്ക്കും ഒക്കെ. സാഗർ വേഗം തന്നെ ബലരാമന്റെ കുത്തിലെ പിടിച്ചിട്ട്, ആരാടാ നീ ഞങ്ങളെ ചതിച്ചു കളഞ്ഞല്ലോടാ. ചിരിച്ചുകൊണ്ട് നീ ഈ വീട്ടിൽ കയറിയത് ഞങ്ങളെ ചതിക്കാനാണെന്ന് കരുതിയില്ലടാ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഷൗട്ട് ചെയ്യുന്നുണ്ട്. ആന്റിയമ്മ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്, സാഗറെ, നീ പോലീസിനെ വിളിക്ക്, ഇവൻ ഇനി പുറം ലോകം കാണരുത്. അച്ഛാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നൊക്കെ ബലരാമൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ബലരാമന്റെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് സാഗർ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ, എന്നെ ഇനി നീ അച്ഛാന്ന് വിളിക്കരുത്. എന്നിട്ട് സുജയെ കാണിച്ചുകൊണ്ട്, നോക്കടാ, തകർന്നു നിൽക്കുന്ന ആ പാവത്തിനെ നീ കണ്ടില്ലേ? 10 മാസം ആ വയറ്റിൽ കിടന്ന് വളർന്ന ആളാണെന്ന് ഒരു വിശ്വാസം ഉണ്ടാക്കി ആ വിശ്വാസത്തിന്റെ സന്തോഷത്തിൽ ജീവിക്കുകയായിരുന്നു ഇത്രയും കാലം അവള്. പല ദുഷ്ടന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ നിന്നെപ്പോലൊരു കൊടും ദുഷ്ടനെ ഞാൻ ഇപ്പോഴാ കാണുന്നത്. സുജാത ഇതൊക്കെ കണ്ടും കേട്ടും പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. അപ്പൊ സാഗർ സുജാതയോട് പറഞ്ഞു കൊടുക്കും, സുജു, അയ്യേ, ഇവനെ പോലുള്ള വഞ്ചകനെ ആലോചിച്ചിട്ടാണോ നീ കരയുന്നത്? ശേഷം ബലരാമനോടായിട്ട്, ആദ്യത്തെ ഡൽഹി പ്രോജക്ട് നിനക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് ആരാടാ എന്നിങ്ങനെ തുറന്നു ചോദിക്കുമ്പോ ബലരാമനാണെങ്കിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. സാഗറാണെങ്കിൽ നല്ല ദേഷ്യത്തിലായതുകൊണ്ട് തന്നെ, നീ പറഞ്ഞിട്ടേ നിന്നെ ഞാൻ ഇവിടുന്ന് വിടുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു വരട്ടുമ്പോ കൺമണിയെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബലരാമൻ. ബലരാമന്റെ വായിൽ നിന്നും തന്നെ അത് കേൾക്കുമ്പോ സാഗറിനും സുജാതയ്ക്കും പിന്നീട് അത് ഉറപ്പാവുകയാണ് കൺമണി തന്നെയാണെന്നുള്ള കാര്യം. ആന്റിയമ്മയ്ക്ക് സന്തോഷാവുന്നുണ്ട്. ഇനിയിപ്പോ തെളിവെടുപ്പും വേണ്ട, മൊഴിയും കേൾക്കണ്ട, വിസ്താരമോ വിധിയോ ഒന്നും വേണ്ട, പ്രധാന പ്രതിയും കൂട്ടുപ്രതിയുടെ പേരും പറഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ അവര് പറയാണ്. സുജാത കണ്ണീരോടെ പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടതൊന്നും സത്യമാവല്ലേ എന്ന്. സാഗർ, ഇനി ഈ ചതിയനോട് ഇവിടെ നിൽക്കരുതെന്ന് പറ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറ ഇവനോട്. എടാ, നിന്നെയും നിന്റെ കൺമണിയെയും ഞാൻ ജയിലിൽ കയറ്റിയില്ലെങ്കിൽ എന്റെ പേര് സാഗർ എന്നല്ല എന്നിങ്ങനെ വെല്ലുവിളിക്കാൻ കൂടെ ചെയ്യുന്നുണ്ട് ബലരാമന്റെ മുഖത്ത് നോക്കി സാഗർ. ബലരാമനാണെങ്കിൽ വല്ലാത്ത സങ്കടത്തോടുകൂടി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ളതും കൂടെ നിങ്ങൾ കേൾക്കണം. സത്യത്തിൽ ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് അലിഗയെ തകർക്കണമെന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. കൺമണിയുടെ സഹോദരൻ മനോജിനെ കമ്പനിയുടെ ഹെഡാക്കി. അയാൾക്ക് പക്ഷേ എന്റെ മനസ്സിൽ എന്തായിരുന്നെന്ന് അറിയില്ലായിരുന്നു. ഈ കുടുംബത്തിനെതിരെയും ഞാനൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം ബലരാമൻ സാഗറിനോടും സുജാതയോടുമായിട്ട് ഏറ്റുപറയാൻ തുടങ്ങുകയാണ് കേട്ടോ. അവിടം കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.